ഞാൻ കുറച്ച് മുന്നേ കൂടെ വല്യമ്മച്ചോട് ചോദിച്ചേ ഉള്ളൂ, നിങ്ങളെ കണ്ടില്ലല്ലോന്ന്. ഇതെവിടെ പോയ ചേച്ചിയുടെ വീട്ടിൽ പോയാ? എന്റെ കൊച്ചേ, വയറ്റിളക്കം പിടിച്ച ആശുപത്രിയിലായിരുന്നു. ഓ, അല്ല, നിങ്ങൾ ഉണ്ണിയപ്പം കഴിച്ചായിരുന്നോ? ഉണ്ണിയപ്പോ? ഇന്നലെ നമ്മുടെ സുരേഷിന്റെ ഇത് മേടിച്ച് അയില കഴിച്ചിട്ടാണ്. അത് അമ്മൂണി ഇട്ടതായിരുന്നു, അങ്ങനെ പറ്റിയതാ. അല്ല, നിങ്ങൾ ഇന്നലെ അവന്റെ ഇത് മീൻ മേടിച്ചല്ലേ? ആ, മേടിച്ചല്ലോ. എന്നിട്ട് ഇളകിയില്ലേ? ഓ, എറിഞ്ഞു തോറ്റി അമ്മച്ചി. ഞങ്ങള് കാലത്തൊട്ട് കക്കൂസിന്റെ വാതൊക്കെ കസരിട്ട് ഒറ്റിരിപ്പായിരുന്നു. ഒരു കണക്കിനാണ് എനിക്ക് ആശുപത്രി പോയത്. സെയിം ട്യൂ. അതെ, ഇനി തൊട്ട് സുരേഷിന്റെ ഇത് മീൻ മേടിക്കണ്ടാട്ടാ. അത് പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇന്ന് പോട്ടെ, പറ്റുന്നില്ല, വയറങ്ങോട്ട് ശരിയായിട്ടില്ല. അയ്യോ, അപ്പോ ഉണ്ണിയപ്പം കഷ്ടമായി പോയി. കൊച്ചച്ഛൻ ഇതെവിടാണ്? രണ്ടാഴ്ചയായിട്ട് വരുന്നില്ല. ഷാങ്ഹായ് വരെ ഒന്ന് കറങ്ങാൻ പോയിരുന്നു. ആണാ? ഷിങ് പിയോങ് എന്ന ചൈനീസ് കുക്ക് മാസ്റ്ററുടെ കൂടെ. ഈ പറഞ്ഞ ആണാണോ പെണ്ണാണാ? പെണ്ണ്. കൊച്ചു കള്ളാ. Just for a chill man. ഓ ഓ, കൊള്ളാം. എന്താടാ നിന്റെ കാര്യങ്ങളൊക്കെ? എന്ത് പറയാ, ട്രോഫികളുടെ താലപ്പൊലിയെന്ന് അറിയാലോ. അതിനിടയിൽ ഒരു മെഗാ ബമ്പർ ട്രോഫി വന്ന് വിട്ടിട്ടുണ്ട്. എന്താടാ? ആ രാജിയുടെ കല്യാണത്തിന് ഞാൻ ലോൺ എടുത്തില്ലായിരുന്നോ? അതിപ്പോ ജപ്തി ആയിട്ടുണ്ട്. ഒരാഴ്ചക്കുള്ളിൽ 4 ലക്ഷം രൂപ അടച്ചില്ലെങ്കിൽ ഈ വീടും പൂട്ടി സീല് വയ്ക്കുന്ന അവര് പറയണേ. എടാ, എന്നിട്ട് നീ കാശ് റെഡിയാക്കിയാ? എവിടെ നോക്കണുണ്ട്. ആ, ഒരു സെക്കൻഡ്. ആരാത്? ദിനേശ് ഏട്ടൻ, ബ്രോക്കർ. എവിടെ? ഇവിടെ ദാസേട്ടൻ. ഓ, ചൈന. ആ ദിനേശാ. ദാസേട്ടാ, എന്തുണ്ട് ചൈനയിൽ വിശേഷങ്ങൾ? അടിപൊളി. ആഹാ, എന്തായി നിന്റെ കല്യാണ കാര്യങ്ങളൊക്കെ? ഒരു രക്ഷയില്ലേട്ടാ, കുറവാണ്. ഇപ്പോഴത്തെ പിള്ളേരല്ലേ ഒളിച്ചോട്ടോടെ ഫാഷൻ. പിന്നെ കെട്ടാതെ നിൽക്കണ കുറെ ഉണ്ട് ഇവിടെ. അതിനൊക്കെ ഓരോരുത്തർ കൊന്നിട്ട് ജയിലിലും പോവും. ഒരു വല്ലാത്ത അവസ്ഥ. നിങ്ങളെ പോലെ വല്ല രാജ്യത്ത് ചുറ്റിക്കറങ്ങി നടന്നാ മതിയായിരുന്നു. ഒന്നും അറിയണ്ടല്ല, ഒറ്റത്തടി പരമസുഖം. എടാ, നമ്മുടെ രാജേഷിന്റെ കാര്യം വല്ലതും നടക്കുവാ? ഒരുപാട് നോക്കണുണ്ട് ചേട്ടാ, ഒന്നും കൂടെ നോക്കണില്ല. പെട്ടെന്ന് കണ്ടുപിടിക്കേ, അല്ലെങ്കിൽ ചെറുക്കൻ ചിലപ്പോ റബറങ്ങാ പോലെ നിന്ന് പൊട്ടും. തന്നെ. അതെ, മതി മതി, വെച്ചോ. റേഞ്ച് പോണത് കട്ട് ചെയ്ത് ഞാൻ പിന്നെ വിളിക്കട്ടാ. ആ, ശരി ശരി, ഗുഡ് നൈറ്റ്. മതി വിളിച്ചത്, പറഞ്ഞ കാര്യം പറഞ്ഞു. പെൺകുട്ടിയുടെ തലക്കുറി, തലക്കറിയാ? പെണ്ണിന്റെ ഫോട്ടോ ഞാൻ വാട്സാപ്പിൽ ഇട്ടേക്കാം. പോട്ടെ.